Hello, my dear students. It's me, Momsy. Hope all are you doing great. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ വിജയ കള്ളനെ കുറിച്ചിട്ടാണ്. ആ കള്ളൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പ്രൊക്കാസ്റ്റിനേഷൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? നാളെ തൊട്ടിട്ട് പഠിക്കാം, ഈ ആഴ്ച കഴിഞ്ഞാൽ തുടങ്ങാം, ഇപ്പോൾ കുറച്ച് റീലൊക്കെ കണ്ടിട്ടൊന്ന് റിലാക്സ് ചെയ്യട്ടെ, ഇന്ന് വേണ്ട, നാളെ ഉറപ്പായിട്ടും ഞാൻ ചെയ്യും. പക്ഷേ ആ നാളെ പലപ്പോഴും വരാറില്ല, അല്ലേ? ഇതാണ് മാറ്റിവെക്കൽ അഥവാ പ്രൊക്കാസ്റ്റിനേഷൻ. ഇതൊരു ചെറിയ ഹാബിറ്റ് പോലെ തോന്നാം, പക്ഷെ അത് നമ്മുടെ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും ഇടയിൽ ഒരു വലിയ മതിലെന്നെ പണിയുന്നുണ്ട്. ഒരു കഥ പറയാം. ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അവൻ്റെ സ്വപ്നം പരീക്ഷയിൽ നല്ല മാർക്ക് നേടുക എന്നതായിരുന്നു. അങ്ങനെ അവൻ എല്ലാ ഡേയ്സിലും പറയുമായിരുന്നു, ഇന്ന് റെസ്റ്റ് എടുക്കുക, നാളെ തൊട്ടിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങും. നാളെ വന്നപ്പോൾ വീണ്ടും അതേ റിപ്ലൈ ആയിരുന്നു അവന് കൊടുത്തത്. അങ്ങനെ എക്സാം ടൈം അടുത്തെത്തി. അവനക്ക് പേടി, ടെൻഷന് കാര്യങ്ങളൊക്കെ കൂടി. കാരണം പഠിക്കാൻ സമയമുണ്ടായിരുന്നെങ്കിലും അവൻ ആ ടൈമൊന്നും പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടില്ല. സോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ടൈം കുറവായതല്ല പ്രശ്നം, സമയം ഉപയോഗിക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കുന്നത്? ഒന്നാമത്തെ റീസൺ പരാജയ ഭയമാണ്. ചിലപ്പോൾ നമുക്കൊരു വർക്ക് തുടങ്ങാൻ ഭയമാണ്. അതായത് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ, എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിപ്പോയാലോ. അപ്പം നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, മിസ്റ്റേക്ക് പറ്റുന്നതൊന്നും ഒരു ഫെയിലിയർ അല്ല. അതൊക്കെ നമ്മൾ പഠനത്തിൻ്റെ ഒരു ഭാഗമാണ്, നമ്മളുടെ വളർച്ചയുടെ ഒരു ഭാഗമാണ്. ആൻഡ് രണ്ടാമത്തേത് പെർഫെക്ഷൻ. ചിലർ പറയാറുണ്ട്, എനിക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ ലൈഫിൽ പെർഫെക്റ്റ് ടൈം എന്ന ടൈം ഒരിക്കലും വരില്ല. വിജയിക്കുന്നവരാരും പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങുന്നവരല്ല. അവർ തുടങ്ങുകയും പിന്നീട് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നവരാണ്. മൂന്നാമത്തേത് നമ്മുടെ ഫോക്കസ് മാറിപ്പോവുക. ഇന്നത്തെ ലോകത്ത് നമ്മുടെ ശ്രദ്ധയ്ക്ക് നിരവധി മത്സരാർത്ഥികളുണ്ട് അല്ലേ? ആരൊക്കെയാണത്? മൊബൈൽ ഫോണ്, സോഷ്യൽ മീഡിയ, ഗെയിം, വീഡിയോസ്, ഇവയെല്ലാം നമ്മുടെ സമയത്തെയും നമ്മുടെ ഫോക്കസിനെയും നിശബ്ദമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കവർന്നെടുക്കുന്നുണ്ട്. നാലാമത്തേത് വലിയ ടാസ്ക് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു പേടി. അതായത് ഒരു വലിയ പാഠപുസ്തകം തുറക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചിന്തിക്കും, ഒരുപാട് ചാപ്റ്റർ പഠിക്കാനുണ്ട്, ഇത്രയും ഇന്ന് എങ്ങനെ പഠിക്കും? അപ്പോൾ നമ്മൾ ഒന്നും പഠിക്കാതെ ആ ബുക്ക് ക്ലോസ് ചെയ്യും, അല്ലേ? ഇതിൻ്റെ പരിഹാരം എന്താ? ചെറിയ സ്റ്റെപ്സ്, ചെറിയ പേജസ് ആയിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്, ഡേ ബൈ ഡേ. നമുക്കറിയാം, ഒരു വലിയ കെട്ടിടം ഒരു ദിവസം കൊണ്ട് നമുക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓരോ കല്ല് വീതമാണ് വെച്ചാണ് നിർമ്മിക്കുന്നത്. അതുപോലെ 3 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലേ? അതിന് പകരം നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാം. അരമണിക്കൂറും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് പഠിക്കാം. ഓക്കെ. സോ ചെറിയ സ്റ്റെപ്സ് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ്. ആൻഡ് 5 മിനിറ്റ് ചാലഞ്ച്. സോ ഇന്ന് തൊട്ടിട്ട് നിങ്ങൾ ഈ ഒരു റൂള് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു വർക്ക് ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാനൊരു 5 മിനിറ്റ്സ് മാത്രം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. മിക്കപ്പോഴും നമ്മൾ ആ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാലും നമുക്ക് ചെയ്യാനുള്ള ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ തുടരും എന്നുള്ളതാണ്. കാരണം നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് തുടങ്ങുക എന്നതാണ്. ദെൻ ഡിസിപ്ലിൻ എന്താണ്? ഡിസിപ്ലിൻ എന്നതൊരു പണിഷ്മെൻ്റ് ആണോ? അല്ല. ഡിസിപ്ലിൻ എന്നത് നമ്മുടെ സ്വപ്നങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനമാണ്. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തിനായി ദിവസവും നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഡിസിപ്ലിൻ. സോ നിങ്ങളൊരു പേപ്പർ എടുത്തേ, ആൻഡ് നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന 3 കാര്യങ്ങൾ എഴുതുക. അതിന് മുന്നിൽ എഴുതുക, ഞാനിത് എപ്പോൾ തുടങ്ങും, അതിൻ്റെ കൂടെ ഡേറ്റും ടൈമും നിങ്ങൾ എഴുതുക. കാരണം ലക്ഷ്യമില്ലാത്ത വർക്ക് സ്വപ്നമായി മാത്രം ഇങ്ങനെ തുടർന്നു പോവുകയുള്ളൂ. സോ ഈ ഒരു വീക്കിൽ നിങ്ങളുടെ ചാലഞ്ച് എന്ന് പറയുന്നത്, ദിവസവും ഒരു 50 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുക. നിങ്ങൾ ഇതുവരെ മാറ്റി വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നാളത്തെ ടു ഡു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക. രാവിലെ എഴുന്നേറ്റ ശേഷം അത് ഓരോന്നോരോന്നായിട്ട് ചെയ്യുക ആൻഡ് ട്രാക്ക് ചെയ്യുക. ഓക്കെ. സോ ഡിയർ സ്റ്റുഡൻസ്, സ്വപ്നങ്ങൾ കാണുന്ന ആളുകൾ ധാരാളമുണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങൾക്കായി പ്രവർത്തിക്കുന്നവർ മാത്രമാണ് വിജയിക്കുന്നത്. ഒരു ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. സോ ചെറിയ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങുക, ഒന്നും മാറ്റി വെക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ ഇന്നത്തെ ആക്ഷനിലൂടെയാണ് ബിൽഡ് ചെയ്യപ്പെടുന്നത്.
ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വരും വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക കേട്ടോ.